ഹായ് ഗൈസ്, നമ്മുടെ തലൈവർ നെൽസൺ അനിരുദ്ധ് കോമ്പോയിൽ കിടിലം ഹിറ്റായി മാറിയ ജയിലറിന്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങാൻ പോവാണ്. അതിന്റെ അനൗൺസ്മെന്റ് ടീസർ ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ട്രെൻഡിങ് നമ്പർ 1 ആയി ഓടിക്കൊണ്ടിരിക്കുവാണ്. 2023 ഇറങ്ങിയ ജയിലർ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. 200 കോടി മുതൽ മുടക്കി 650 കോടിയിൽ മുകളിൽ കളക്ട് ചെയ്തൊരു പടമായിരുന്നു. ആ തലൈവർക്ക് ഇത്രയും എന്താ പറയാ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്ന ഒരു പടം കുറെ നാളിന് ശേഷം വന്നൊരു പടമായിരുന്നു. എല്ലാം കൊണ്ടും ഡയറക്ഷൻ കൊണ്ടും പഴയ രജനീകാന്തിന്റെ ഒരു ആക്ടിങ് സ്വാഗ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അനിരുദ്ധിന്റെ മ്യൂസിക് എല്ലാം കൊണ്ടും പടം വേറെ ലെവലായിരുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ട് പറഞ്ഞ എക്സ്പെക്ടേഷൻ ഭയങ്കര ഹ്യൂജ് ആണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ടീസർ കാണാം. നമുക്ക് നേരെ ടീസർ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. വായോ. வங்கக்கடலில் நிலவி வந்த பெங்கல் புயல் கரையை கடந்த நிலையில் மேலும் மற்றொரு புதிய காற்றழுத்த தாழ்வு மண்டலம் புயலாக வலுப்பெற்று கோர முகத்துடன் நகர்ந்து வருவதாக வானிலை ஆய்வு மையம் தெரிவித்துள்ளது. மறுபடியும் சைக்ளோனா? எல்சா, நம்ம வேணா திரும்பி கிளம்பி சென்னைக்கே போயிடலாமா? சைக்கிளானே சென்னையில் தான் ஜி, அதனால தான் ஸ்டோரி டிஸ்கஷனுக்கு உங்களை கோவா கூட்டின்னு வந்திருக்கிறேன். ஜி, அங்கே மக்கள்லாம் என்ன ஜி பண்ணுவாங்க நம்ம இல்லாம? நம்ம இருந்தால் என்ன பண்ணுவாங்களோ அதே தான் பண்ணுவாங்க ஜி. ஓஹோ, அப்போ ஓகே. பெரிய தார் அப்படியே சைக்கிள் சுற்றி தூக்கி போட்டுருவார். ஜி, உனக்கு தான் நிறைய டைம் இருக்குல்ல ஜி, நம்ம ஏன் இந்த டிஸ்கஷன் ஒரு ஃபியூ மந்த்ஸ்க்கு அப்புறம் வச்சுக்க கூடாது? உங்களுக்கு என்ன ஜி, வார ஏதாவது ஒன்று ரிலீஸ் பண்ணுறீங்க, நமக்கு அப்படியா? கடைசியாக என் படம் வந்ததுக்கப்புறம் 5 புயல் வந்துச்சு, ட்ரம்ப் திருப்பி வந்துட்டாரு. எனி டைம் ஓகே ஓகே ஓகே, ஒரு 5 மினிட்ஸ் அப்படியே சைலண்டாக மெடிடேட் பண்ணிட்டு யோசிப்போமா? மாட்டியாச்சு. மெடிடேஷன் பண்ணி தான் மாட்டிருக்கலாம். கால கண்ணாடியில் என்னெல்லாம் தெரிஞ்சு நீட்டிப்பா. God love you. பாருங்களேன், இது பாக்கெட்ல இருந்து கீழே வந்தது கூட தெரியாம போயினுக்கிறாரு. टाइगर का हुक्म. பயங்கரமா இருக்கு நெல்சா, இதுவே பண்ணிடலாமே. अर्थमैंदा राजा. टाइगर का हुक्म. കീട്ടു അനൗൺസ്മെന്റ് ടീസർ ആയിട്ടുണ്ട്. നെൽസന്റെ ഒരു കോമഡി സ്റ്റൈൽ ഉണ്ടല്ലോ, മേക്കിങ്ങിലായാലും ഇപ്പൊ ഡയറക്ഷനിലായാലും, കൊലമാകോകിലായാലും, ഡോക്ടർ ആയാലും, എല്ലാ സിനിമയും ജയിലറിലായാലും ഒരു കോമഡി സംഭവം പുള്ളിക്കാരുടെ സിനിമയിൽ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ റണ്ണിങ് ആയിരിക്കും. ആ സംഭവം ഇതിലുണ്ട്.
ശിവകാർത്തികേയന്റെ ഡോക്ടർ സിനിമയുടെ അനൗൺസ്മെന്റ് വീഡിയോ അതുപോലെ തന്നെയായിരുന്നു, ഒരു ഫണ്ണി ആയ രീതിയിലായിരുന്നു. 4 മിനിറ്റോളം ഉണ്ട് ഈ ടീസർ. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ചു നമ്മൾ തലൈവറെ കാണാൻ, ഒരു മുഖം ഫേസ് റിവീൽ ചെയ്യാൻ. അതുവരെ ഇവരുടെ കോമഡി ഒക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യന്റെ ആ ഒരു സംഭവം ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കയറി വന്ന് അവസാനം റിവീൽ ചെയ്ത് കിട്ടും. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ തലൈവറിന്റെ കൂലി ഇറങ്ങാൻ പോകുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഈ പടം പിന്നെ ഷൂട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ആരൊക്കെയാണ് ഇതിലുള്ളത്, എന്തൊക്കെ സർപ്രൈസുകളൊക്കെയാണ് ഉള്ളത്? ജയിലർ 1ന്റെ സീക്വൽ ആയതുകൊണ്ട് തന്നെ മകൻ മരിച്ചു. എങ്ങനെയായിരിക്കും ഈ ഒരു പടം ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നത്? ഈ ടീച്ചർ ആകുമ്പോൾ തോന്നുന്നു മുത്തുവേൽ പാണ്ഡ്യന്റെ ഒരു ടഫർ സൈഡ് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന സംഭവമായിരിക്കും. ജയിലർ ഫസ്റ്റ് പാർട്ട്, അതായത് മുത്തുവേൽ പാണ്ഡ്യന്റെ ആ സംഭവങ്ങളും ഇമോഷണൽ സംഭവങ്ങളും വെച്ച് ഭയങ്കര ഒരു സ്വീറ്റ് ആൻഡ് ഭയങ്കര ഹാർട്ട്ഫുൾ ആയ നല്ലൊരു പടമായിരുന്നു ജയിലർ. അപ്പൊ അതേ ഫീലിംഗ് ആണ് ജയിലർ 2 തരുന്നത് എന്നുള്ളൊരു വെയിറ്റിംഗ് പടത്തിനുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ലാലേട്ടനും ശിവരാജ് കുമാറൊക്കെ ഉണ്ടാവും. അല്ല പുതുതായ കുറെ സുഹൃത്തുക്കളെയാണോ ഇതിൽ കാണിക്കാൻ പോകുന്നത്? കാരണം അത്രയും നെറ്റ്വർക്ക് ഉണ്ട്, അത്രയും കോണ്ടാക്ട് ഉള്ള ഒരു ക്യാരക്ടറായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇതിന് ട്രെയിലറോ കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞാലേ ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ തമിഴ് സിനിമകളിലെ എല്ലാ സിനിമകളിലും വെച്ചിട്ടും ജയിലറിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ഒരു ഇമോഷണലി നമ്മൾ മലയാളികളായിട്ട് കണക്ട് ചെയ്യുന്ന സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ തലൈവർ രജനീകാന്തിന് കുറെ നാളിന് ശേഷമായിരുന്നു ജയിലർ ഒരു ഹിറ്റ്, ഒരു ബ്ലോക്ക് ബസ്റ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം അതിന്റെ ഇടയ്ക്ക് ഒരുപാട് സിനിമകൾ തിയേറ്ററിൽ വരികയും അത് അണ്ണാത്തെ ഇപ്പൊ ജയിലറിന് ശേഷം ഇറങ്ങിയ വേട്ടയാൻ നല്ല പടമായിട്ടില്ല. ജയിലർ 1 നമ്മൾ പഴയ തലൈവർ കണ്ടു, നമ്മൾ മുന്നത്തെ പടങ്ങൾ ഭാഷയായാലും മറ്റു സിനിമകളിൽ നമ്മൾ കാണുന്ന ആ ഒരു പഴയ ആ ഒരു എനർജി, ആ ഒരു സംഭവമൊക്കെ നമുക്ക് പടത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നഷ്ടപ്പെടാതെ ഇതിലോട്ട് കൊണ്ടുവരുമോ? അപ്പൊ അത്രയും നിങ്ങൾക്ക് ഈ ടീച്ചർ ഇഷ്ടപ്പെട്ടോ? എങ്ങനെ ഉണ്ടാവും ഈ നെൽസൺ തലൈവർ അനിരുദ്ധ് കോംബോ? വീണ്ടും ഒരു മാജിക് ക്രിയേറ്റ് ചെയ്യുമോ? നിങ്ങളൊരു തലൈവർ ഫാൻ ആണോ? അതുപോലെ തന്നെ കൂലി ഇപ്പൊ റിലീസ് ചെയ്യാൻ പോവാണ്, അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ആണ്. എല്ലാം താഴെ കമന്റ് ചെയ്യുക. നിങ്ങളൊരു തലൈവർ ഫാൻ ആണ് അതും താഴെ കമന്റ് ചെയ്യുക. അപ്പൊ അത്രയല്ലോ, വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ പറഞ്ഞ പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. റിവ്യൂ റിയാക്ഷനോ സോഷ്യൽ നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.